ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ എന്താണ് ഇഞ്ചോടിഞ്ഞ പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? ആൻസർ പറഞ്ഞില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അത്ര തന്നെ. പ്രേക്ഷകരോടായി പറയാനുള്ള കാര്യം, VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. റെഡിയാണോ നിങ്ങൾ? അതെ, റെഡിയാണെന്ന് ഉറക്കെ പറയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ഏതാണ്? കല്ലറ. കറക്റ്റ് ആൻസർ എന്താ പേര്? ബിൻസിന. അപ്പോൾ ബിൻസിനെയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ബിൻസിലേക്ക് നല്ലൊരു ക്ലാപ്പ്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുവാദം കിട്ടില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുവാദം കിട്ടില്ല. അല്ല, ആൻസർ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുവാദം കിട്ടില്ല. ഹിന്റ് വെഹിക്കിളുമായി ബന്ധപ്പെട്ടതാണ്, വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അല്ല, ചക്രമല്ല, അല്ല, മറ്റൊരു വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതാണ്. ടൈം ഔട്ടായി. നമ്പർ പ്ലേറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നായകൾക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? എൽ. ഇവിടെ ചേട്ടൻ പറഞ്ഞു. എന്താ പേര്? ഷാനവാസ്. അപ്പോൾ ഷാനവാസ് ചേട്ടനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഷാനവാസ് ചേട്ടനും ബിസ്മില്ല ചേച്ചിയും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട്? എന്റെ കയ്യിലുള്ള ആൻസർ തരണേ. രസകരമായ ആൻസർ. രസകരമായ ആൻസർ അല്ല, അല്ല, രസകരമായ ആൻസറുകൾ പോരട്ടെ. പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട്? അല്ല, വിളിച്ചത് കൊണ്ടല്ല. രസകരമായ ആൻസർ. കാണാൻ അല്ല, ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടോ? അല്ല, അറിയത്തില്ല. ടൈം ഔട്ടായി. പിറകിൽ നോക്കാൻ കണ്ണില്ലാത്തതുകൊണ്ട്. ആൻസർ രസകരമായി തോന്നിയില്ല എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ രസകരമായോ? അടിപൊളിയല്ലേ? ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും undo? Hasta la vida loca, 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 loca. Encanta la música, te toca, toca, toca. Hasta la vida loca, 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 loca. Encanta la música, te toca, toca, toca. Hasta la vida loca, 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 loca. Encanta la música, te toca, toca, toca. അപ്പോൾ പൊന്നുവിന് നല്ലൊരു ക്ലാപ്പ്. പാട്ട് പാടുന്നു? ഇല്ല, അടുത്ത സെക്ഷനിൽ പാടാമേ. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ജാതിമതം നോക്കാതെ എല്ലാ പേരും തല കുനിക്കുന്നത് ആരുടെ മുൻപിൽ? ദൈവത്തിന്റെ മുൻപിലല്ല. ജാതിമതം നോക്കാതെ എല്ലാ പേരും തല കുനിക്കുന്ന ഒരാളുണ്ട്. ആരാണ് അയാൾ? ബാർബർ. കറക്റ്റ് ആൻസർ. ഷാനവാസ് ചേട്ടൻ 2 പോയിന്റ് നേടി. താങ്ക് യു. ഞാനും പറയണം അങ്ങോട്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഭാഗ്യം ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ് ആ സ്ഥലം? ഭാഗ്യം ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലം. ലക്നൗ. കറക്റ്റ് ആൻസർ. ഇവിടെ നിന്ന് ആൻസർ വന്നു. എന്താ പേര്? സനൂജ ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ചേച്ചിക്ക് ഇവിടെ ക്ലാപ്പ് നേരത്തെ കിട്ടി, ഇനി പറയുന്നില്ല. അപ്പോൾ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പരമായി പേര് നൽകിയിട്ടുള്ള ഒരു കടയുടെ പേര് പറയാമോ? സത്യസന്ധമായി പേര് നൽകിയിട്ടുള്ള ഒരു കടയുടെ പേര്. സത്യസന്ധനം.
എല്ലാ കടകളിലും ഈ ഒരു ഐറ്റം നടക്കുന്നുണ്ട്. പക്ഷെ ആ കടയിൽ മാത്രമേ സത്യസന്ധമായിട്ട് ഒരു പേരിട്ടിട്ടുള്ളൂ. ഒരു വേട്, ആ വേട് സാധാരണ കാമുകന്മാർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ കാമുകന് കിട്ടാം, ചിലപ്പോൾ കാമുകിക്ക് കിട്ടാം. ഇത്രയേ ക്ലൂ തരാൻ പറ്റൂ. തേപ്പ് കടയാണ്. ഒരു കിളി കാറിൽ കയറി പോയി. ഒരു സുന്ദരി കിളി കണ്ട ഐശ്വര്യ റായ പോലെ, പക്ഷെ ഞാൻ കണ്ടില്ല. കറക്റ്റ് ആൻസർ ആണ്. ബിസ്മി ചേച്ചി 2, ബിൻസിന, ഷാനവാസ് ആൻഡ് ബിൻസിന ഈ 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് രണ്ടുപേരും ഇഞ്ചോടിഞ്ഞ് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ചിരിപ്പിക്കുന്ന പക്ഷി നമുക്കൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് ഈ പക്ഷി. ഇക്കിളി കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മുന്നിട്ട് നിൽക്കുന്നത് ബിൻസിലയാണ്. അപ്പോൾ ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാട്ട് പാടാൻ ആർക്കും വയ്യ? അറിയാത്ത പണിക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. പേരിന്റെ കൂടെ ഇനിഷ്യലുള്ള ജീവി ഏതാണ്? കേട്ടിട്ടുണ്ട്, പറഞ്ഞു. ജിറാഫ് അല്ല, ജിറാഫ്. പേരിന്റെ കൂടെ ഇനിഷ്യലുള്ള ജീവി എന്താ? പറയൂ. ഒരു പാട്ട് പാടൂ. പാട്ട് പാടൂ. ഒരു ക്ലൂ തരൂ. ഇതിൽ ക്ലൂ തരാനൊന്നും പറ്റത്തില്ല. കോമൺ ആയിട്ട് കാണുന്നൊന്നുമല്ല. ചിമ്പാൻസി കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 4 പഴയ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം, റോക്കറ്റ് അല്ലേ? മഴയാണോ? ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ബിൻസില്ല. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനിയിപ്പോ വിജയം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ. ഇടൻ കയ്യനായ ഒരാൾ ഗ്ലാസിൽ പഞ്ചസാര ഇട്ടിളക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലാസിൽ ഇവിടെ പറഞ്ഞു ആൻസർ. സ്പൂൺ കൊണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് നല്ലൊരു ക്ലാസ്. 2 പ്രോത്സാഹന സമ്മാനമില്ല, ഒറ്റ സമ്മാനമേ ഉള്ളൂ. ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിന്റെ വിജയി ആരാ? എല്ലാ ആൻസറും അറിയായിരുന്നല്ലേ, മിണ്ടാതെ നിന്നതാണല്ലേ. വെരി ഗുഡ്. പ്രോഗ്രാമിന്റെ വിജയിയായ ബിൻസില ചേച്ചിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാറിനെ ക്ഷണിച്ചോളൂ. അടിപൊളിയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പ്രോഗ്രാം? നല്ലതായിരുന്നു. ഹലോ, പാട്ട് പാടോ? ഒരു പാട്ട് പാടോ? പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? കൂട്ടിലൊക്കെ കുഞ്ഞുണ്ട്. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞ് വിശന്ന് കഴിഞ്ഞു. നല്ലൊരു ക്ലാസ്. എന്താ പേര്? ആദീഷ്. അടിപൊളി, സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? ഇഷ്ടപ്പെട്ടു? കൊള്ളാം, നല്ല പ്രോഗ്രാമായിരുന്നു. ഇനി നിങ്ങൾക്ക് നല്ല വെച്ചടി കയറ്റം ഉണ്ടായിട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു. അടിപൊളി. വളരെ നല്ല പ്രോഗ്രാമായി. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും.